ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കമ്പനി ബോർഡിൻ്റെ 2018 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ IT-യുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി 10 ക്വസ്റ്റ്യൻസോളം 10 ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അതിൽ 2 ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 8 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇന്ന് നോക്കുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇത് കമ്പനി ബോർഡ് എക്സാം, ഡിഗ്രി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ VO എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിനകത്തെ BOയുടെ IT ക്വസ്റ്റ്യൻസും ഇതിൻ്റെ IT ക്വസ്റ്റ്യൻസും ഒക്കെ ഒരേ ലെവലാണ്. സോ നമ്മുടെ ഡിഗ്രിയുടെ IT ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഇവിടെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്തായാലും ഇത് പഠിക്കണം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. LDCക്കായാലും BOയ്ക്കായാലും ഡിഗ്രി ലെവലിനായാലും ഇത് ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ദ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ ഈസ് ഓപ്ഷൻസ്: അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, പെരിഫറൽ ഡിവൈസസ്, കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ഈസ്. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര സിമ്പിളാണ് ക്വസ്റ്റ്യൻസ് എന്ന്. ഇത് എന്താ പറയുക, നമ്മുടെ LDCക്കൊക്കെ തന്നെ കാണുന്ന സാധാരണ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഡിഗ്രി ലെവലിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. IT പഠിക്കുമ്പം ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടഫ് ആയിട്ടുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾക്ക് അത് എന്തായാലും ഹെൽപ്പ് ചെയ്യും. എപ്പോഴും നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ച ശേഷം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുവാണെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് ഏതാണെന്ന് നോക്കാം. അപ്പം ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ ഈ CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ഓപ്പറേഷനും ലോജിക് ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ് ആണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ. നിങ്ങൾക്ക് ലോജിക് ഓപ്പറേഷൻസ് അറിയായിരിക്കും, ആൻഡ് ഓർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ചെയ്യാൻ ഓൾ ദ ഓപ്പറേഷൻസ് പെർഫോംഡ് ബൈ ദി ALU ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോൾ യൂണിറ്റ്. പിന്നെ CPU പറഞ്ഞു ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ ആണ്. പിന്നെ പെരിഫറൽ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകളെയാണ് ഈ പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത്. നമ്മൾ കീബോർഡിലേക്ക് ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന കീബോർഡ് യൂസ് ചെയ്തിട്ടില്ല, അത് പിന്നെ അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഔട്ട്പുട്ട് യൂണിറ്റ് വേണേൽ പ്രിന്റർ പറയാം. ഇൻപുട്ട് യൂണിറ്റ് നമുക്ക് കീബോർഡൊക്കെ യൂസ് ചെയ്യാം, ഇതൊക്കെ ഇൻപുട്ട് യൂണിറ്റ് ആണ്. അതുപോലെ ഔട്ട്പുട്ട് പ്രിന്ററൊക്കെ ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ച് നമുക്ക് പഠിക്കാറുണ്ട്, നമുക്കത് പഠിക്കാം. അങ്ങനെ ആ സംഭവം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെയാണ് പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് CPU തന്നെയാണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Next question, an input device that interpret pencil or pen marks on paper media is option A optical mark reader, option B punch card reader, option C optical scanners, option D plotters. ഇൻപുട്ട് ഡിവൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇന്റർപ്രറ്റ് പെൻസിൽ ഓർ പെൻ മാർക്സ് ഓൺ പേപ്പർ മീഡിയ ഈസ്. ഇതിൽ ഏതാണ്? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണോ, പഞ്ച് കാർഡ് റീഡർ ആണോ, ഒപ്റ്റിക്കൽ സ്കാനേഴ്സ് ആണോ, പ്ലോട്ടേഴ്സ് ആണോ? ഇതിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ്, ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത ശേഷം പറയാവുന്നതാണ്. ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ അപ്പോൾ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഇൻപുട്ട് ഡിവൈസ് ആണ്. അതുപോലെ തന്നെ പഞ്ച് കാർഡ് റീഡറും ഇൻപുട്ട് ഡിവൈസ് ആണ്. ഒപ്റ്റിക്കൽ സ്കാനേഴ്സ് അതും ഇൻപുട്ട് ഡിവൈസ് ആണ്. പക്ഷേ ഓപ്ഷൻ ഡി പ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നമ്മുടെ പ്രിന്ററൊക്കെ പോലെ പ്രിന്റ് ഔട്ട് എടുക്കുന്ന, നമ്മൾ പ്രിന്ററിലൊക്കെ അതുപോലല്ലേ, നമ്മൾ ഡാറ്റ പ്രിന്റ് ഔട്ട് ആയിട്ട് എടുക്കുന്ന ആ ഒരു പ്രിന്ററിന് നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലോട്ടേഴ്സ് ആണ്. അതിപ്പോൾ അധികം യൂസ് ചെയ്യുന്നതായിട്ട് അറിയില്ല. പണ്ട് ഡ്രോയിങ്സിനകത്തൊക്കെ പ്ലോട്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്തൊരു സംഭവമാണ് പ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ഫിഷിംഗ് ഈസ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, an attempt for unauthorized access to a user system by pretending to be the user. Option B, an attempt to obtain the sensitive information from the computer system. Option C, the process of sending same messages to a large number of internet users. Option D, none of the above. ഇതിനകത്ത് ഫിഷിംഗ് എന്ന് പറഞ്ഞ ടേം കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ആയിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരുപാട് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയെ പറ്റി നമുക്കറിയാം. ഒരുപാട് സൈബർ അറ്റാക്കുകളൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് സൈബർ അറ്റാക്കുകൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പം അതിനകത്ത് ഇതിപ്പം ഫിഷിംഗ് എന്ന് പറയുന്ന ഏത് തരത്തിലുള്ള സൈബർ അറ്റാക്ക് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
സോ അൺഓതറൈസ്ഡ് ആയിട്ട് യൂസർ അന്ന് പ്രറ്റൻഡ് ചെയ്തിട്ട് ആക്സസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റാസ് എന്താ പറയുക ക്യാപ്ചർ ചെയ്യുന്നതാണോ അതോ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ അതോ അല്ലെങ്കിൽ സെയിം മെസ്സേജ് ഒരുപാട് പേർക്ക് അയച്ചിട്ടാണോ അതിലേത് ടൈപ്പ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ആണ് ഈ ഫിഷിംഗ് എന്ന് പറഞ്ഞ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഈ ലാസ്റ്റത്തെ സെൻഡിങ് സെയിം മെസ്സേജ് ടു ലാർജ് നമ്പർ ഓഫ് ഇന്റർനെറ്റ് യൂസേഴ്സ്, ഇത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഈ ചില അതിർത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ പാകിസ്ഥാന്റെ സൈബർ സെക്യൂരിറ്റി തകർക്കാൻ വേണ്ടി അവരുടെ സൈബർ എന്താ പറയുക വിങ്ങിലേക്കും അവരുടെ സൈറ്റിലേക്കൊക്കെ ഒരുപാട് മെസ്സേജ് അയച്ച് പിറ്റേ ദിവസം അത് ബ്ലോക്ക് ആയെന്ന് പറഞ്ഞ് നമ്മൾ ന്യൂസ് ഒക്കെ കേട്ടിട്ടില്ല. ഈ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ ഒരു ടൈമാണ് ഈ പ്രോസസ് സെൻഡിങ് സെയിം മെസ്സേജ് ടു ലാർജ് നമ്പർ ഓഫ് ഇന്റർനെറ്റ് യൂസേഴ്സ്. എല്ലാ മെയിലിൽ നിന്നും ഒരുപാട് പേര് ചേർന്ന് ഒരു മെയിലിലേക്ക് അല്ലെങ്കിൽ ഒരു സൈറ്റിലേക്ക് മെസ്സേജ് അയക്കും. അവസാനം ഇത് കംപ്ലീറ്റ് ആയി നിറഞ്ഞിട്ട് അതങ്ങ് എന്താ പറയുക ആ സൈറ്റ് അങ്ങ് കംപ്ലീറ്റ്ലി ഡൗൺ ആയിപ്പോകും. അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ തേർഡ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫിഷിംഗ് എന്ന് പറഞ്ഞ ടൈം ഇതിൽ ഏതിനാ പറയുന്നത് നോക്കി നോക്കാം. ഇതിൽ ഒന്നും തന്നെ ഫിഷിംഗ് എന്ന് പറഞ്ഞ ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തതല്ല. അപ്പം നൺ ഓഫ് ദി അബോവ് ആണ് ഇതിന്റെ ആൻസർ. സോ അപ്പം നമുക്ക് ഫിഷിംഗ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ അതോ അല്ലെങ്കിൽ നമുക്ക് ടെലിഫോൺ വഴിയോ കോൾ ചെയ്തിട്ട് പറയുവാണ് ഞങ്ങൾ ഇന്ന ബാങ്കിൽ നിന്നാണ്, അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൻ്റെയോ ക്രെഡിറ്റ് കാർഡിൻ്റെയോ ഡീറ്റെയിൽസ് വേണം, പാസ്വേഡ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു നമ്പർ വരും നമുക്ക് പറഞ്ഞു തരാം. നമ്മുടെ എന്താ പറയുക OTP ഒക്കെ ഉണ്ടല്ലോ ബാങ്കിൻ്റെ ആക്സസ് ചെയ്യാനൊക്കെ വരുന്നത്. അപ്പോൾ അത് നമ്മളെ വിശ്വസിപ്പിക്കും. ഇത് ഇന്ന ബാങ്കിൻ്റെ പേരിൽ അവർ ഫ്രോഡായിട്ട് ഒരു സൈറ്റോ അല്ലെങ്കിൽ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ അത് ഫ്രോഡ് സൈറ്റ് ആയിരിക്കും. അത് ഇപ്പം മെയിൻലി ബാങ്കുകളൊക്കെ നമുക്ക് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട്, നമ്മൾ ഒരിക്കലും പേഴ്സണൽ ഡാറ്റാസ് ചോദിച്ച് കോൾ ചെയ്യത്തില്ല. സോ നിങ്ങൾ ആര് ചോദിച്ചാലും നമ്മുടെ ലെജിറ്റിമേറ്റ് ഇൻഫർമേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യരുതെന്ന് ഇപ്പോൾ ബാങ്കുകാർ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ വരാറുണ്ട്. പക്ഷേ എനിക്ക് കൂടി ഇത് ഒരുപാട് നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. കാരണം നമ്മുടെ ഡാറ്റാസ് ഒക്കെ ചോദിച്ചിട്ട് നമ്മളെ കോൾ ചെയ്യും, നമ്മളത് സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ അക്കൗണ്ടിലുള്ള പൈസ മുഴുവൻ പോകും. സോ ഈ ഒരു ടൈമാണ് ഫിഷിംഗ്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള മൂന്നുമായിട്ട് ബന്ധമില്ല. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഈസ് നൺ ഓഫ് ദി അബോവ്. Okay, next question. The IT Act in India was amended in options. Option A 2004, option B 2006, option C 2011, option D 2008. ഇന്ത്യയിൽ IT ആക്ട് അമെൻഡ് ചെയ്ത് എന്നാണ് 2004-ലാണോ 2006-ലാണോ 2011-ലാണോ 2008-ലാണോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്നാണ് ഇതിൽ വന്നത്? നമുക്ക് അതിന്റെ റൈറ്റ് ആൻസറിലേക്ക് പോകാം. IT ആക്ട് നിലവിൽ വന്നത് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും 2000-ലാണ്. സോ ഇതെന്നാണ് അമെൻഡ് ചെയ്തെന്നുള്ളതിനെ പറ്റി നോക്കാം നമുക്ക്. IT ആക്ട് അമെൻഡ് ചെയ്തത് 2008-ലാണ്. സോ ഇതിന്റെ റൈറ്റ് ആൻസർ 2008 ആണ്. റൈറ്റ് ആൻസർ 2008. സോ ഇവിടെ IT ആക്ട് നിലവിൽ വന്നത് 2000-ലാണ്. പിന്നെ അത് അമെൻഡ് ചെയ്യാൻ വേണ്ടി 2006 ലോക്സഭ ബില്ല് പാസ്സാവുകയും അത് 2008 നിലവിൽ വരികയും ചെയ്തു. സോ ഇറ്റ് വാസ് ഇൻ 2008. സോ 2004 അല്ല, 6 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 നമ്മൾ ബില്ല് പാസ്സാക്കുകയാണ് ചെയ്തത്. അത് നിലവിൽ വന്നത് 2008-ലാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question, URL stands for. URL stands for Uniform Resource Locator. B, option A ആണ് Uniform Resource Locator. Option B, Uniform Reform Locator. Option C, Universe Reform Locator. Option D, Universe Resource Locator. ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. URL stands for what? ഇതിലേതാ ഓപ്ഷൻ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണോ, യൂണിഫോം റിഫോം ലൊക്കേറ്റർ ആണോ, യൂണിവേഴ്സ് റിഫോം ലൊക്കേറ്റർ ആണോ, യൂണിവേഴ്സ് റിസോഴ്സ് ലൊക്കേറ്റർ ആണോ? ഓക്കെ, നമുക്കതൊന്ന് ആൻസറിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. സോ റൈറ്റ് ആൻസർ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതെന്താ ഈ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെബ് അഡ്രസ്സിലൊക്കെ ഇറ്റ്സ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ ആണ്. നമ്മളിപ്പം വെബ് അഡ്രസ് ഒക്കെ വെച്ച് നമ്മൾ ആ ഒരു അഡ്രസ്സിലേക്ക് പോകുന്ന ഒരു സംഭവമാണ്. അതായത് വെബ് അഡ്രസ് റെഫറൻസ് ടു വെബ് റിസോഴ്സ് സ്പെസിഫൈസ് ലൊക്കേഷൻ ഓൺ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പം നമ്മളത് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ വെബ് അഡ്രസ് അടിച്ചു കൊടുത്താൽ അതിലേക്ക് പോകുന്ന ആ ഒരു അഡ്രസ്സിനെയാണ് URL എന്ന് പറയുന്നത്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതൊരു ഐഡന്റിഫയർ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വെബ് അഡ്രസ്സിന് ലിങ്കിലൊക്കെ കയറി നമ്മൾ അഡ്രസ് സൈറ്റിലേക്കൊക്കെ ചെല്ലത്തില്ലേ, ആ ഒരു സംഭവമാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രോഗ്രാം ദാറ്റ് മോണിറ്റേഴ്സ്
user activity on internet and transmit that information background to somewhere else is termed as. Program that monitors user activity on internet and transmit that information background to somewhere else. ഒരു യൂസർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ മോണിറ്റർ ചെയ്തിട്ട് അത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേറൊരു ഇതിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക, വേറൊരു യൂസറിനോ അല്ലെങ്കിൽ വേറൊരു രീതിക്ക് സെൻഡ് ചെയ്യുന്നതാണ്. അതിന് വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ സ്പൈവെയർ, ഓപ്ഷൻ ബി ഹാർഡ്വെയർ, ഓപ്ഷൻ സി മാൽവെയർ, ഓപ്ഷൻ ഡി ഫേംവെയർ. ഇതിൽ ഏതാണ് ഇതിന്റെ ആൻസർ എന്നാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. പ്രോഗ്രാം ദാറ്റ് മോണിറ്റേഴ്സ് യൂസേഴ്സ് ആക്ടിവിറ്റി ഓൺ ഇന്റർനെറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ദാറ്റ് ഇൻഫർമേഷൻ ബാക്ക്ഗ്രൗണ്ട് ടു സംവെയർ എൽസ് ഈസ് ടേംഡ് ആസ്. സോ നമുക്ക് റൈറ്റ് ആൻസർ ഏതാന്ന് നോക്കാം. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സ്പൈവെയർ ആണ് കേട്ടോ. സ്പൈവെയർ അതായത് നമ്മൾ യൂസർ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്തിട്ട് അത് വേറൊരാൾക്ക് ബാക്ക്ഗ്രൗണ്ടിലൂടെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന്റെ പേര് സ്പൈവെയർ എന്നാണ്. സോ മാൽവെയർ അല്ല, ഫേംവെയർ അല്ല, ഹാർഡ്വെയർ അല്ല, സ്പൈവെയർ ആണ്. സ്പൈ വർക്ക് ആണല്ലോ അവിടെ ചെയ്യുന്നത്. ഒരാളുടെ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്തിട്ട് നമ്മളത് വേറൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ സ്പൈ വർക്ക് അല്ലേ. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ആൻസർ, സ്പൈവെയർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The process of recovering deleted and damaged files from the criminal's computers comes under what? Computer A, option A, computer animation, option B, computer graphics, option C, computer forensic, option D, computer organization. ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. Process of recovering deleted and damaged files from the criminal's computer comes under. ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കതിന്റെ റൈറ്റ് ആൻസറിലേക്ക് നോക്കാം. സോ ഇത് പറയുന്നത് എന്താണ്, നമ്മൾ ക്രിമിനൽസിനൊക്കെ കമ്പ്യൂട്ടറിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പഴയ ഡാറ്റ. ഇപ്പോൾ ഫോണൊക്കെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ തെഫ്റ്റ് ഒക്കെ നടത്തിയിട്ട് അല്ലെങ്കിൽ ഫ്രോഡ്ജറി എന്തെങ്കിലും തരത്തിലുള്ള മോഷണം എന്തെങ്കിലും കാര്യങ്ങൾ കൊലപാതകമൊക്കെ നടത്തിയിട്ട് ക്രിമിനൽസ് ഫോണൊക്കെ ചിലപ്പം ഡിലീറ്റ് ചെയ്ത് കളയും, അതിൻ്റെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കണ്ടെത്താൻ പോലീസൊക്കെ യൂസ് ചെയ്യുന്ന വകുപ്പ് ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടാകും. കാരണം നമ്മൾ ഈ ഫോറൻസിക് പല ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ കമ്പ്യൂട്ടർ ഫോറൻസിക് ആണ്. സോ ഡാറ്റകൾ റിക്കവർ ചെയ്താൽ നമുക്ക് ഫയലൊക്കെ ഡാമേജ് ആയാലും നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് റിക്കവർ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അതിന് കുറച്ച് പ്രോസസ്സിങ്ങിൻ്റെ ഒക്കെ ഡിലേ വന്നേക്കാം. പക്ഷെ ഇത് റിക്കവർ ചെയ്യാൻ പറ്റും. ക്രിമിനൽസിൻ്റെ കേസൊക്കെ തെളിയിക്കാൻ വേണ്ടി പോലീസുകാരൊക്കെ സോ അതിൻ്റെ റിലേറ്റഡ് ടെക്നീഷ്യൻസിനെയൊക്കെ വിളിച്ച് അത് റിക്കവർ ചെയ്യാറുണ്ട്. സോ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ ഫോറൻസിക്. ഇപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഫോറൻസിക് ആണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാം ഇതല്ലെന്നുള്ളത്. കാരണം കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണെങ്കിലും ആനിമേഷൻ ആണെങ്കിലും കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആണെങ്കിലും എന്തായാലും ഇതായിരിക്കും എന്നറിയാം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് റൈറ്റ് ആയിട്ട് കിട്ടും. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, കമ്പ്യൂട്ടർ ഫോറൻസിക്. Next question. HTML is an acronym for A. Hypertext Mission Language, Hypertransfer Mission Language, Hypertext Markup Language, Hypertransfer Markup Language. ഇത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. HTML ഒക്കെ നമുക്ക് അറിയായിരിക്കും. അതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് കൂടുതൽ പേർക്കും അറിയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് വെച്ചാൽ HTML എന്താണ് HTML എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ പറഞ്ഞ ശേഷം അതേപറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. എ ആണോ, ഹൈപ്പർ ടെക്സ്റ്റ് മിഷൻ ലാംഗ്വേജ് ആണോ, ഹൈപ്പർ ട്രാൻസ്ഫർ മിഷൻ ലാംഗ്വേജ് ആണോ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണോ, ഹൈപ്പർ ട്രാൻസ്ഫർ മാർക്കപ്പ് ലാംഗ്വേജ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. HTML is an acronym for hypertext markup language. ഈ HTML എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മാർക്കപ്പ് ലാംഗ്വേജ് ഫോർ ക്രിയേറ്റിംഗ് വെബ് പേജസ്. വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള മാർക്കപ്പ് ലാംഗ്വേജ്. ഒരുപാട് ലാംഗ്വേജസും പ്രോട്ടോകോൾസും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഡിസ്കസ് ചെയ്ത ശേഷം IT പറ്റിയുള്ള കുറച്ച് ക്ലാസ്സുകൾ ഞാൻ ആഡ് ചെയ്യാം. സോ ഇതിൻ്റെ ആൻസർ HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഓക്കെ, മറക്കരുത്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ പാർട്ട് 2 ആയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ കമ്പനി ബോർഡ് 2018 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് LDCക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് ഞാനിത് ചെയ്തത്. ബിക്കോസ് വിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ സെയിം ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. സോ ഇത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. വിയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ LDC ഒക്കെ ഒരേ ലെവലാണ്. 10th ലെവൽ എക്സാം ബേസ്ഡ് ചെയ്തിട്ടുള്ള എക്സാംസ് ആണ്. സോ നിങ്ങൾ ഇത് എന്തായാലും പഠിക്കണം. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ITയുടെ കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്താൽ മതി, കമൻറ്റ് രേഖപ്പെടുത്തിയാൽ മതി. ഞാൻ അതിൻ്റെ ക്ലാസ്സുകൾ ആഡ് ചെയ്യാം. താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ITയുടെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. IT ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നീട്. നിങ്ങൾ ഉറപ്പായും ഈ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് താഴെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.
Thank you.